ആരാധനയിൽ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധന 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 യേശുവേ. ആരാധന 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 യേശുവേ. ആൽഫയും നീയേ ഒമേഗയും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. വചനവും നീയേ സത്യവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധന 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 യേശുവേ. എല്ലാവരും ചേർന്ന് ആരാധന 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 യേശുവേ. രണ്ട് കരകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. അധരം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആൽഫയും ഒമേഗയുമായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. ആദ്യവും അന്ത്യവുമായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കരം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. യാക്കോബിന്റെ ശക്തനായ ദൈവം, ഇസ്രായേലിന്റെ പാറയായ ഇടയൻ, തന്റെ കൈകൾ കൊണ്ട് അവന്റെ കരങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തി കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്റെ കരങ്ങളെ നീട്ടിപ്പിടിക്കുക. യേശുവേ യേശുവേ എന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ദൈവശക്തി നിറയട്ടെ, ആത്മശക്തി നിറയട്ടെ, പരിശുദ്ധാത്മാവ് ശക്തി അവിടെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹലമല 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 ഹല 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 ഹലമല ഹലമല ഹല ഹല ഹല. രണ്ട് കരങ്ങളും ഉയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ ഒന്ന് ചേർന്ന് ആരാധിച്ച് അബ്രാഹത്തെ പോലെ ആരാധിച്ച് ഇസഹാക്കിനെ പോലെ ആരാധിച്ച് പരിശുദ്ധ അമ്മയെ പോലെ ആരാധിച്ച് വിശുദ്ധാത്മാക്കളെ പോലെ ആരാധിച്ച് കരങ്ങൾ കൂപ്പി ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുവചനം. വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്കവിധം അവൻ അവിടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ചു. ഈ സമയം കർത്താവിനോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്കവിധം ഈശോയെ നീ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ എന്ന്. പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളെ പറയുന്നു. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്. ദൈവഭയമില്ലാത്ത പുത്രനിൽ ആനന്ദിക്കുകയും അരുത്. ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. മാതാപിതാക്കളെ, ഓരോ മാതാപിതാക്കളെയും ഉത്തരവാദിത്തമാണ് മക്കളെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. നിനക്ക് എത്ര മക്കളുണ്ടോ, ലോകത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി മക്കൾക്ക് ചിറകുകൾ വെച്ചു കൊടുക്കുന്നു. എന്നാൽ ഈ അപ്പനും അമ്മയും തിരിച്ചറിഞ്ഞു, ഈ കുഞ്ഞിനെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ മാതാപിതാക്കളെ നമ്മുടെയൊക്കെ ജീവിതം വൃഥാവിലാണ്. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നിങ്ങൾക്ക് ആത്മസന്തോഷമുണ്ടാകണം. മക്കളെ ഓർത്ത് ഞങ്ങൾക്ക് ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ ദൈവഭക്തി ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നു. ഇന്ന് ദൈവഭക്തരായി എൻ്റെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് കണ്ടുകൊണ്ട് മാതാപിതാക്കൾക്ക് മരിക്കാൻ സാധിക്കണം. ഇതാണ് മാതാപിതാക്കളെ നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ മക്കൾക്ക്
നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല കാര്യം, നല്ല ഭക്ഷണം കൊടുത്തു, നല്ല കാര്യം. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വൃഥാവിലാണ്. അതുകൊണ്ടാണ് തിരുവചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അവരുടെ ദീർഘായുസ്സിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. കാരണം ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളേക്കാൾ മെച്ചമാണ്. ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം മക്കളില്ലാതെ മരിക്കുന്നതാണ്. മക്കളില്ലാതെ മരിക്കുന്നതാണ് ഒരു മാതാപിതാക്കൾ. ഈ മാതാപിതാക്കൾ മക്കളെ ദൈവഭയമില്ലാതെ വളർത്തിക്കൊണ്ടുവരുന്നേക്കാൾ ഭേദമെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. നാളുകൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ചു, വിദേശ രാജ്യത്ത് ക്ലാസ്സിലേക്ക് തോക്കുമായി കടന്നു ചെന്ന് തൻ്റെ കൂടെയുള്ള സഹപാഠികളെ വെടിവെച്ച് കൊന്നു. മക്കളെ ദൈവഭക്തി വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ കുഞ്ഞാണോ ഇത്? ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ കാണുന്നില്ലേ, നിസ്സാര കാര്യത്തിന്റെ പേരിൽ മക്കൾ വാശി പിടിക്കുന്നു, കയ്യിൽ കിട്ടുന്നു, വലിച്ചെറിയുന്നു, മാതാപിതാക്കളോട് തർക്കുത്തരം പറയുന്നു, തെറി പറയുന്ന കുഞ്ഞുങ്ങളെ പോലും ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ കാണുമ്പോൾ തിരിച്ചറിഞ്ഞു എവിടെയോ മാതാപിതാക്കൾക്ക് തെറ്റുപറ്റിപ്പോയിരിക്കുകയാണ് എന്ന്. എങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ടത്? അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 45 മുതലുള്ള തിരുവചനങ്ങൾ. ഇവിടെ മോശയുണ്ടല്ലോ, ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന അന്തിമ ഉപദേശമാണ്. മരിക്കുന്നേക്കാൾ മുമ്പ് മോശ ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഐശ്വര്യമുണ്ടാകണോ, നിങ്ങളുടെ ഭാവി സുനിശ്ചിതമാകണമോ, ഒറ്റ കാര്യം ചെയ്താൽ മതി. മോശ ആരാ? മോശ ദൈവത്തെ മുഖാമുഖം ദർശിച്ച വ്യക്തിയാ. മോശ ആരാ? ഈ ജനത്തിന്റെ വേദനകളും നൊമ്പരങ്ങളും ദുഃഖങ്ങളും കണ്ടിരിക്കുന്ന വ്യക്തിയാണ് മോശ. ഈ മോശ അന്തിമ ഉപദേശം കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇസ്രായേൽ ജനത്തെ ഉത്ബോധിപ്പിച്ചതിന് ശേഷം മോശ പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കുവാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ ഇവ നിസ്സാരമായ കാര്യമല്ല, ഇവ നിങ്ങളുടെ ജീവനാണ്. നിങ്ങൾ യോർദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്ന ഇവ മൂലമായിരിക്കും. മോശ ഇസ്രായേൽക്കാരോട് പറയുകയാണ്, ഇവ നിസ്സാരമായ കാര്യമല്ല, ഇവ നിങ്ങളുടെ ജീവനാണ്. യോർദാനക്കരെ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം മക്കൾക്ക് കൽപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മക്കൾ ഇന്ന് ഏത് അവസ്ഥയിലേക്കും ഏത് സാഹചര്യങ്ങളിലേക്കും യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിന്റെ മുമ്പിൽ വിശുദ്ധിയോടുകൂടെ എൻ്റെ കുഞ്ഞ് നിൽക്കണോ, ചെറുപ്പത്തിലെ തന്നെ മാതാപിതാക്കൾ ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ വചനം അവിടെ ഹൃദയത്തിൽ കൽപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വൃഥാവിലാണ്. നമ്മൾ നല്ല സ്കൂളിൽ വിടാൻ വേണ്ടി മത്സരം നടത്തുന്നുണ്ട്. മക്കൾക്ക് നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടി മാതാപിതാക്കൾ മത്സരം നടത്തുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ മക്കൾ എത്ര കാലം നമ്മുടെ മടിയിൽ വെച്ച് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും? ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കണം. പഠനത്തിനായിരിക്കാം, ജോലി കാര്യങ്ങൾക്കായിരിക്കാം, രാഷ്ട്രീയമായ കാര്യങ്ങൾക്കായിരിക്കാം, മറ്റു പല കാര്യങ്ങൾക്കുമായിരിക്കാം. ഇവിടെയല്ല, വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടി വരാം, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകേണ്ടി വരും. എവിടെ ചെന്ന് കഴിഞ്ഞാലും എൻ്റെ കുഞ്ഞ് വിശുദ്ധിയോടുകൂടെ ജീവിക്കണമോ, കൃപയോടുകൂടെ ജീവിക്കണമോ? ഈ അപ്പനും അമ്മയും തൻ്റെ കുഞ്ഞിന് ദൈവത്തിൻ്റെ വചനം കുഞ്ഞുനാൾ മുതൽ കൽപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കൈമോശം വന്നു പോകില്ല എന്ന് ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കളെ നിങ്ങൾ തിരിച്ചറിഞ്ഞു. അതാ നമ്മൾ കാണുന്നേ. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ സൂസന്ന എന്ന് പറയുന്ന മകളെ കുറിച്ച് പറയുന്നുണ്ട്. വചനം ഇങ്ങനെയാണ് പറയുന്നത്, യോവാക്കിം എന്നൊരാൾ ബാബിലോണിൽ ജീവിച്ചിരുന്നു. ദൈവഭക്തിയായ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു. അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു. മോശയുടെ നിയമമനുസരിച്ച് അവർ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞുനാളിൽ സൂസന്നയെ മാതാപിതാക്കൾ, നീതിനിഷ്ഠരായ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ
ഓരോന്നോരോന്നായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സൂസന്നയുടെ ജീവിതത്തിൽ ഒരു നിർണായകമായ നിമിഷം വരിക. പാപം ചെയ്യുവാൻ വേണ്ടി അവൾക്ക് പ്രേരണയുണ്ടാവുക. ഈ പാപം ചെയ്യുവാൻ വേണ്ടി പ്രേരണയുണ്ടായി കഴിഞ്ഞപ്പോൾ ആ ന്യായാധിപന്മാരുടെ മുമ്പിൽ പാപത്തേക്കാൾ മരണമെന്ന് സൂസന്നയ്ക്ക് പറയാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ഈ മാതാപിതാക്കൾ കുഞ്ഞുനാൾ മുതൽ ദൈവത്തിന്റെ കൽപ്പന ഈ കുഞ്ഞിന്റെ ഹൃദയത്തിൽ കൽപ്പിച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്. നമ്മുടെ മക്കൾ വിശുദ്ധിയോടുകൂടി ജീവിക്കണോ? പാപത്തിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ സൂസന്നയെ പോലെ പാപത്തേക്കാൾ മരണമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പറയണോ? കുഞ്ഞുനാൾ മുതൽ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കൽപ്പനകൾ പഠിപ്പിച്ചു കൊടുക്കണം. എങ്കിൽ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോവുകയില്ല. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6 മുതലുള്ള തിരുവസനങ്ങളിൽ ഈ കാലഘട്ടത്തിന്റെ മാതാപിതാക്കളെ നിങ്ങളെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ജാഗ്രതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കൈവെള്ളയിൽ ഒരടയാളവും നെറ്റിത്തടത്തിൽ പട്ടവുമായി അണയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിൽപ്പടിയിന്മേലും വാതിൽപ്പടിയിന്മേലും എഴുതണം. കണ്ടോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരോടും അവിടുന്ന് പറയുകയാണ്, യാത്രയിലായിരിക്കുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ദൈവത്തിന്റെ വചനം ആവർത്തിച്ച് ഓരോ വ്യക്തികളും പറയണം. മാതാപിതാക്കളെ, ഇവ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണ് ഹൃദയത്തിലുണ്ടാവണ്ടേ? നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി. കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിച്ചാൽ ആ കുഞ്ഞുങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത്, കുടുംബം പരിശുദ്ധാത്മാവിൽ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ അഭിഷേകം നിറഞ്ഞൊരു ശുശ്രൂഷയ ജെറുസലേം ബൈബിൾ ഗ്രാമം. 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഉണ്ടല്ലോ മാതാപിതാക്കൾ ഒരു വർഷക്കാലം ഈ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് വചനം പഠിപ്പിക്കും. ഒരു വർഷം കഴിയുമ്പോൾ ഓരോ കുഞ്ഞുങ്ങളും 50-60 വചനം ബൈ ഹാർട്ട് പറയും. ഈ കുഞ്ഞുങ്ങളിലേക്ക് സ്കൂളിൽ പോകുന്നേക്കാൾ മുമ്പ് ഏറ്റവും ആദ്യം അവിടെ ഹൃദയത്തിൽ പതിഞ്ഞ എന്താ? ദൈവത്തിന്റെ വചന. ഈ ദൈവത്തിന്റെ വചനം പതിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ മറ്റു കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി കാണാൻ സാധിക്കുന്നു. കാരണം ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിച്ചു. ഈ കുഞ്ഞുങ്ങൾ വചനം പഠിച്ചു കഴിയുമ്പോൾ എന്താ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന മാനസാന്തരങ്ങളും മാറ്റങ്ങളും? 1-2 ഉദാഹരണങ്ങൾ അച്ഛൻ പറയാം. ഈ കുഞ്ഞിനെ വചനം പഠിപ്പിച്ചു. പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം തിരുവചനം: മദ്യപാനിയായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. ഈ വചനം കുഞ്ഞ് പഠിച്ചു. ഇതിനുശേഷം കുഞ്ഞ് ഭവനത്തിൽ ചെന്ന് ഈ വചനം പറയാൻ തുടങ്ങി. ഈ കുഞ്ഞിൻ്റെ പിതാവ് വർഷങ്ങളായി മദ്യപാനിയായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈ കുഞ്ഞ് വചനം പറയാൻ തുടങ്ങിയോടുകൂടി ഈ അപ്പൻ മദ്യപാനം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഈ അപ്പൻ സാക്ഷ്യം പറഞ്ഞു. ദൈവത്തിന്റെ വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാ. ഈ കുഞ്ഞിന്റെ ഹൃദയത്തിലൂടെയും അധരത്തിലൂടെയും ദൈവത്തിന്റെ വചനം അപ്പന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുകയായിരുന്നു. ഇതുപോലെ തന്നെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പിന്നാലെ ഒരപ്പൻ പോയിരിക്കുക. ആ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയില്ല, വിശ്വാസ ജീവിതമില്ല, തകർന്ന് തരിപ്പണമായിരിക്കുക. ഈ കുഞ്ഞിനെയും കൊണ്ട് അമ്മ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്നു. ഇതിനുശേഷം ഈ കുഞ്ഞ് ഭവനത്തിൽ ചെന്ന് വചനം പറയാൻ തുടങ്ങി. ഒരു ദിവസം ഈ കുഞ്ഞ് ഈ വചനം പറഞ്ഞു: നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത്. ഈ അപ്പൻ പിന്നീട് എൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, എന്നോട് ഈശോ സംസാരിച്ചു പോലെ എനിക്ക് തോന്നിയത്. എൻ്റെ കുഞ്ഞ് ഈ വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വസ്ത്രമല്ല, ഹൃദയമാണ് കീറേണ്ടത്. ഈ പ്രത്യയശാസ്ത്രത്തിന്റെ പിന്നാലെ പോയ പിതാവുണ്ടല്ലോ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൽ പോകാൻ തുടങ്ങി. വിശുദ്ധ കുർബാനയും കുമ്പസാരവും ആ കുടുംബത്തിന്റെ ഭാഗമായി എന്നുള്ളതാ. ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള വചനം, ആത്മാവിൽ സന്ധിബന്ധങ്ങളെ തുളച്ചു കയറുന്ന വചനം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ വചനം പഠിക്കണം. മാതാപിതാക്കൾ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കണം. സ്പോഞ്ച് വെള്ളത്തിൽ ഇട്ടു, ആ സ്പോഞ്ച് എടുത്ത് പിഴിഞ്ഞ അതിൽ നിന്ന് എന്താ വരിക? വെള്ളം വരും. എങ്കിലൊരു കത്തോലിക്കൻ ഈ വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചോ,
കത്തോലിക്കൻ എത്രയോ കാലമായി ഈ വചനം മുഴുവൻ കേൾക്കാൻ തുടങ്ങിയിട്ട് ഈ കത്തോലിക്കനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്കന്റെ ഉള്ളിൽ നിന്ന് എന്താണ് വരിക? ദൈവത്തിൻ്റെ വചനമാണ് വരിക. ഇന്ന് മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ ഈശോയുടെ സന്നിധിയിലൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ വീഴ്ചകളും പോരായ്മകളും വന്നു. ഇന്ന് ഈ ആരാധന നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പോകുക. നമുക്ക് മുട്ടുകൾ കുത്തി നിൽക്കാം. ഈശോയെ രക്ഷകരും നാഥനുമായി സ്വീകരിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ എന്ന് നമ്മൾ ഈ സമയം പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ വചനം പറയുന്നു, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 8-ാം തിരുവചനം. മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കിലേക്ക് വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കുവാൻ ഇടയാക്കണമേ. മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈ സമയം മാതാപിതാക്കളെ മനോവയെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഈശോയെ, എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം എന്ത് എന്ന് എനിക്ക് നീ പറഞ്ഞു തരണമേ. എൻ്റെ കുഞ്ഞിലെ എന്തൊക്കെ കുറവുകളും പോരായ്മകളുണ്ടോ അതെല്ലാം നിന്റെ സന്നിധിയിലേക്ക് ഞാൻ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവേശ്വരൻ സൂക്ഷിക്കാൻ തന്നിരിക്കുന്ന നിക്ഷേപമാണല്ലോ എൻ്റെ മക്കൾ. ഈ മക്കളെ ദൈവത്തിന് തിരിച്ചേൽപ്പിക്കേണ്ടത് അപ്പനായ അമ്മയായ എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, നല്ല വിദ്യാലയത്തിൽ വിട്ട് പഠിപ്പിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു, കായിക അധ്വാനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, ശരീരത്തിൻ്റെ കാര്യം നോക്കുന്നുണ്ട്, മനസ്സിൻ്റെ കാര്യം നോക്കുന്നുണ്ട്. എന്നാൽ ഈ കുഞ്ഞിൻ്റെ ആത്മാവിന് ദൈവത്തിന് വചനം കൊടുക്കുവാനും വിശ്വാസ ജീവിതത്തെ വളർത്തിക്കൊണ്ടുവരുവാനും കൂദാശകൾ കൊടുക്കുവാനും വിശുദ്ധ കുർബാന കൊടുക്കുവാനും കുമ്പസാരിപ്പിക്കുവാനും ഞങ്ങൾ പലപ്പോഴും ലഘുവത്വം കാണിച്ചു പോയിട്ടുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് 2 കരങ്ങൾ ഉയർത്താം. യേശുവേ, യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. അധരം തുറന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഹൃദയം തുറന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. 2 കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. യേശുവേ, യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. വചനത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ഞങ്ങളുടെ മക്കളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. വിളിച്ചുണരട്ടെ. യേശുവേ, വചനത്തിൻ ആത്മാവേ എന്നിൽ നിറയണേ, ദൈവിക വചനത്താൽ പൊതിഞ്ഞിടണേ. എല്ലാവരും ചേർന്ന വചനത്തിൻ ആത്മാവേ എന്നിൽ നിറയണേ, ദൈവിക വചനത്താൽ പൊതിഞ്ഞിടണേ. 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം 10-ാം തിരുവചനം. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. ഓ എൻ്റെ കർത്താവേ, മാതാപിതാക്കളില്ലാത്ത സകല കുഞ്ഞുങ്ങളെയും നിന്റെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അപ്പനും അമ്മയും ഉപേക്ഷിച്ചവർ, അപ്പനും അമ്മയും മരിച്ചുപോയവർ, മാതാപിതാക്കളെ സ്നേഹം ലഭിക്കാത്തവർ, കരുതൽ ലഭിക്കാത്തവർ, ചുംബനവും തലോടലും ലഭിക്കാത്ത സകല മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് അവിടുന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം ഈ മക്കളിലേക്ക് അവിടെ ഒഴുകട്ടെ. ഓരോ കുഞ്ഞുങ്ങളെയും ഈശോയുടെ സ്നേഹം കൊണ്ട് അവിടെ നിറയ്ക്കണമേ. മാതാപിതാക്കളുടെ സ്നേഹം മക്കൾക്ക് ലഭിക്കാതെ വരുമ്പോഴാണല്ലോ വിവിധങ്ങളായ സ്നേഹങ്ങളുടെ പിന്നാലെ ഈ കുഞ്ഞുങ്ങൾ നെട്ടോട്ടം ഓടിപ്പോകുന്നേ. സമറിയാക്കാരി സ്ത്രീ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. എത്ര സ്നേഹം ലഭിച്ചാലും മതിയാവാത്തവളായിരുന്നു. എന്നാൽ ഈശോയുടെ സവിധിയിലേക്ക് ഈ സമറിയക്കാരി സ്ത്രീ കടന്നു വന്നു. ഈശോയോട് സംസാരിച്ചു, ഈശോയെ നോക്കിയിരുന്നു. പിന്നീട് ഒരിക്കലും പഴയ സ്നേഹത്തിന് പിന്നാലെ അവൾ പോയില്ല. ഈ ആരാധന വേളയിൽ ഞങ്ങളും വിവിധങ്ങളായ സ്നേഹങ്ങളുടെ പിന്നാലെ നെട്ടോട്ടമോടുകയാണ്. എത്ര സ്നേഹം കിട്ടിയാലും മതിവരാത്ത വ്യക്തികളായി ഞങ്ങൾ തീർന്നിരിക്കുക. ഈ സമയം ഈശോയുടെ സ്നേഹം ഞങ്ങളിലേക്ക് അവിടെ ഒഴുകട്ടെ. വചനത്തിന് അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുകട്ടെ.
രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല 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 ഹല. ഈശോയുടെ സ്നേഹം കൊണ്ട് സകല കുഞ്ഞുങ്ങളും നിറയട്ടെ, സകല വ്യക്തികളും നിറയട്ടെ. ലോകത്തിന്റെ സ്നേഹത്തിന്റെ പിന്നാലെ നടന്നീക്കുന്ന മക്കളെ നീ അവിടുന്ന് കാണണമേ. യേശുവിന്റെ സ്നേഹം കൊണ്ട് സകല വ്യക്തികളെയും അവിടെ നിറയ്ക്കണമേ. വിളിച്ചുണരട്ടെ യേശുവേ. വചനത്തിനാത്മാവേ എന്നിൽ നിറയണേ, ദൈവീക വചനത്താൽ പൊതിഞ്ഞിടണേ. എല്ലാവരും ചേർന്ന് വചനത്തിനാത്മാവേ എന്നിൽ നിറയണേ, ദൈവീക വചനത്താൽ പൊതിഞ്ഞിടണേ. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. സുഭാഷിത പുസ്തകം 22-ാം അധ്യായം 6-ാം തിരുവചനം. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിക്കുക, എന്നാൽ വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ഓരോ കുഞ്ഞുങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാൻ പോകുന്ന സമയമാണ്. ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ വഴിയിലൂടെ നീ അവിടെ നടത്തണമേ. വചനത്തിൻ്റെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. എൻ്റെ ഈശോയെ, സൃഷ്ടാവിനേക്കാൾ ഉപരിയായി സൃഷ്ടിയെ സ്നേഹിച്ചു പോയതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. വിശ്വാസം കൂതാശീവിതമില്ലാതെ ഞങ്ങൾ നടന്നുപോയതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ദൈവിക കാര്യങ്ങളെ നിസ്സാരമായി ഗണിച്ചതും അവഗണിച്ചതും, ദേവാലയത്തിൽ നേരം വൈകി പോയതും, കുടുംബ പ്രാർത്ഥനയില്ലാതെ മാതാപിതാക്കളോട് തർക്കുത്തരം പറഞ്ഞ് നടന്നതും എല്ലാം കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ സമയം ഒരു പുത്തൻ തീരുമാനമെടുക്കുന്നു. ദൈവഭക്തി വളരുവാനുള്ളൊരു തീരുമാനമെടുക്കുന്നു. ദൈവത്തിന് പ്രിയപ്പെട്ട മകനായി മകളായി മാറുവാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഓരോ കുഞ്ഞുങ്ങളുടെയും വലിയ സ്വപ്നങ്ങളെ ഈശോ ആശീർവദിക്കുന്ന സമയമാണ്. ഈശോയ്ക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായി, ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളായി ഓരോ കുഞ്ഞുങ്ങളും തീരട്ടെ. രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി വിളിച്ചുണരട്ടെ. കർത്താവിന്റെ ശക്തി സകല കുഞ്ഞുങ്ങളിലേക്കും അവിടെ ഒടുകട്ടെ, സകല വ്യക്തികളിലേക്കും അവിടെ വ്യാപരിക്കട്ടെ. വിളിച്ചുണരട്ടെ യേശുവേ. വചനത്തിനാത്മാവേ എന്നിൽ നിറയണേ, ദൈവീക വചനത്താൽ പൊതിഞ്ഞിടണേ. എല്ലാവരും ചേർന്ന് വചനത്തിനാത്മാവേ എന്നിൽ നിറയണേ, ദൈവീക വചനത്താൽ പൊതിഞ്ഞിടണേ. രണ്ട് കരകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിന് വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടുകൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ: പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക. എൻ്റെ കർത്താവേ, നിന്റെ തിരുസന്നിധിയിലേക്ക് സകല മക്കളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളിൽ നിന്ന് മാറി പഠനങ്ങൾക്കായി, ജോലികൾക്കായി മറ്റ് രാജ്യങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ആയിരിക്കുന്ന മക്കളെ നീ കാണണമേ. സുസന്യയെ പോലെ പാപത്തിൻ്റെ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴും പാപത്തോട് നോ പറയുവാൻ, പാപത്തേക്കാൾ മരണമെന്ന് പറയുവാൻ ഒരു കൃപ ഈ മക്കൾക്ക് കൊടുക്കണമേ. ഈശോയെ വേദനിപ്പിക്കുന്നതേ നല്ലത്, ഞങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കുന്നേക്കാൾ നല്ലത് ഞങ്ങൾ മരിക്കുന്നതാണെന്ന് തീരുമാനമെടുക്കുവാൻ നീ കൃപ കൊടുക്കണമേ. വിശുദ്ധ മരിയ ഗൊരേത്തിയെ പോലെ, വിശുദ്ധ ഡോമിനിക് സാവിയെ പോലെ കുഞ്ഞു വിശുദ്ധാത്മാക്കൾ ഞങ്ങളുടെ ദേശങ്ങളിലും കുടുംബങ്ങളിലും അവിടുന്ന് ഉണരട്ടെ. അഭിഷേകം നിറഞ്ഞ ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകട്ടെ. 1000 പാപികൾ ജീവിക്കുന്നേക്കാൾ നല്ലത് വിശുദ്ധനായ ദൈവ പൈതൽ ഉണ്ടാകുന്നതാണല്ലോ ദൈവത്തിന് ഇഷ്ടമെന്ന് പ്രഭാഷണന്റെ പുസ്തകം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ഓരോ കുഞ്ഞുങ്ങളും ദൈവഭക്തി വളർത്തിക്കൊണ്ടുവരുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് തരണമേ. പാപത്തോടും പാപത്തിന്റെ സാഹചര്യങ്ങളോടും ബോധപൂർവം നോ പറയുവാൻ, പാപത്തേക്കാൾ മരണമെന്ന് തന്നെ പറയുവാൻ നീ ഞങ്ങൾക്കൊരു അഭിഷേകം തരണമേ. കർത്താവിന്റെ സന്നിധിയിലേക്ക് 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചോ.
എല്ലാ കുഞ്ഞുങ്ങളും സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഏതൊക്കെ രീതിയിലുള്ള പാപത്തിന്റെ സാഹചര്യങ്ങളും പാപത്തിന്റെ ബന്ധന കെട്ടുകളും നിന്നെ വലയം ചെയ്യുന്നുണ്ടോ, യേശു നാമത്തിന്റെ ശക്തിയാൽ കുഞ്ഞുങ്ങളിൽ വലിയ വിടുതൽ അവിടെ സംഭവിക്കട്ടെ. യുവജനങ്ങളിൽ വലിയ വിടുതൽ സംഭവിക്കട്ടെ. അഭിഷേകത്തിന്റെ തലമുറ ഉണരട്ടെ. അഭിഷേകത്തിന്റെ വ്യക്തികൾ ഉണരട്ടെ. ഒരു പുതിയ തലമുറ, വിശുദ്ധി നിറഞ്ഞ തലമുറ ഉടലെടുക്കട്ടെ. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി അധരം തുറന്ന് ഹൃദയം തുറന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുക. വിളിച്ചുണരട്ടെ. യേശുവേ, വചനത്തിൻ ആത്മാവേ എന്നിൽ നിറയണേ, ദൈവിക വചനത്താൽ പൊതിഞ്ഞിടണേ. വചനത്തിൻ ആത്മാവേ എന്നിൽ നിറയണേ, ദൈവിക കർത്താവ് വലിയ കൃപ ഈ നിമിഷം ഞങ്ങളിലേക്ക് വരികണമേ. കർത്താവ് ഞങ്ങളെ ഭവനങ്ങളിൽ കർത്താവ് ദിവികാരുണ്യത്തിന്റെ ശക്തി നിമിഷം അനുഭവിക്കാനുള്ള വലിയ കൃപ നൽകണമേ. വിശുദ്ധിയിൽ വളരുവാനുള്ള വലിയ കൃപ നൽകണമേ. എല്ലാ മക്കളിലും വിശുദ്ധിയിൽ വളരാനുള്ള വലിയ അഭിഷേകം നൽകണമേ. കർത്താവ് ഈ ദിവികാരുണ്യത്തിന്റെ അഭിഷേകം എല്ലാ മക്കളിലേക്കും കർത്താവെ കടന്നു വരണമേ. കർത്താവ് വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വലിയ അഭിഷേകം എല്ലാ യുവതി വാക്കുകൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.